ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മെയിൻ റോഡിൽ നിന്ന് പറഞ്ഞ് 200 മീറ്റർ മാത്രം ദൂരത്തിൽ 5 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയ ഒരു പുതിയ ഇരുനില വീടാണ്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 88 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് എല്ലാ സൗകര്യങ്ങളും കൂടിയ പോത്തൻകോടിനടുത്താണ്. വീടിൻ്റെ മൊത്തത്തിൽ ചുറ്റുമതിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 2 ഭാഗത്താണ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ മതിലായിട്ട് 2-വേ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് വരാം. അതായത് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലെ കാഴ്ചയിലേക്ക് വരാം. ഇവിടെ 2 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരു കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നാച്ചുറൽ സ്റ്റോൺ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഗ്യാസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം പ്ലാന്റ്സ് കാണാം, പെബിൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിണർ നൽകിയിട്ടുണ്ട്. അവിടെയും പ്ലാന്റ്സ് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിലെ കാഴ്ചയിലേക്ക് വരാം. സിറ്റ് ഔട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ്, ട്രെഡ്, ഗ്രാനൈറ്റും റൈസർ ടൈലും ആണ്. ഇവിടെ 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിളായിട്ടുള്ള സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് കതകും കട്ടളയെല്ലാം തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്വിച്ച് ബോർഡ് GM എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ട് ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് തീമിലുള്ള ഡോർ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. നേരെ വരുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെയും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രൈവസി ആയിട്ട് ലിവിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെ മുകളിൽ സിമ്പിളായിട്ടുള്ള പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്വിച്ച് ബോർഡ് കാണാം. കൂടാതെ തന്നെ DB കൊടുത്തിട്ടുണ്ട്. നമുക്ക് DB ഏതാ നോക്കാം. അകമേ നോക്കുവാണെങ്കിൽ വി ഗാർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ TV യൂണിറ്റിലേക്ക് വരാം. വലിയൊരു TV യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് WPC പാനൽ കൊടുത്തിട്ടുണ്ട്. പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഒരു റോസ് ഹാൻഡിലുള്ള അങ്ങനെ ഒരു പ്രൊഫൈലാണ് ഈ ഒരു ഹാൻഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി നേരെ ഡൈനിങ് ഏരിയയിലെ കാഴ്ചയിലേക്ക് വരാം. ഡൈനിങ് ഏരിയ നല്ല സ്പേസുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതിൽ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഡബിൾ ഹൈറ്റോ കൊടുത്തിരിക്കുന്നത്. കൂടെ ഇൻവെർട്ട് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ആവുന്ന മിററും കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഡയമണ്ട് പോലെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പെബിൾസ് പോലെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ പോയിന്റ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് WPC പാനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഈ ഒരു ഭാഗം നോക്കി ഇവിടെയും WPC പാനലും ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ 3 ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആർച്ച് കൊടുത്ത് CNC കട്ടിങ് കൊടുത്താണ് കിച്ചണിലേക്ക് വെൽക്കം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. അപ്പോൾ ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് WPC ആണ്. മുകളിൽ അപ്പർ ക്യാബിനറ്റ് ആണെങ്കിലും ബേസ് ക്യാബിനറ്റും എല്ലാം WPC കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹുഡ് കൊടുത്തിട്ടുണ്ട്. ഗ്ലെൻ എന്ന ബ്രാൻഡാണ് കൊടുത്തിരിക്കുന്നത്. ഹോബ് ചെയ്തു തരുന്നതാണ്. അത് ഗ്യാസ് സ്റ്റോവ് ചെയ്തു തരുന്നതാണ്. അതിനുള്ള കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെങ്കിൽ ഫുള്ള് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സിങ്കിലേക്ക് വരാം. സിങ്കും കൊടുത്തിരിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയൊരു ട്രെയിൻ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം. വർക്ക് ഏരിയ നോക്കുകയാണെങ്കിലും സ്പേസുള്ള വർക്ക് ഏരിയ തന്നെയാണ്. ഇവിടെ സ്ലാബ് കൊടുത്തിട്ടുണ്ട്. സിങ്ക് കൊടുത്തിട്ടുണ്ട്. മുകളിൽ GI2 ഷീറ്റ് ഇരിക്കുകയാണ്. എല്ലാം കവർ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തും ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതിൽ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോയറിലായിട്ടൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ടാണ് വാഷ്റൂം വരുന്നത്. അതൊരു പ്രൈവസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെറ എന്ന ബ്രാൻഡാണ്. ബാക്കി ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ജാഗോർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ നോക്കിയാൽ ബ്രാൻഡ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ആൻറ്റി സ്കിഡ് ടൈല് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ മുകളിൽ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിരിക്കുകയാണ്. അതിൽ പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ട്യൂബ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് എല്ലാം ഫ്രണ്ടിൽ കാണുന്നതെല്ലാം തേക്കും പ്ലാവും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുൾ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ വലിയ വാഷ്റൂമാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള വാഷ്റൂമാണ്. ഇവിടെ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെറയും ജാഗോറും മാത്രമേ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നേരെ ഇനി അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ സ്റ്റെപ്പ് എല്ലാം ഒരു വുഡ് രീതിയിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഹാങ്ങിങ് സ്റ്റെയർ വീല് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ആ സിമ്പിളായിട്ടുള്ള പ്രൊഫൈൽ ചാനൽ മാത്രമേ കൊടുത്തിരിക്കുന്നത്. കൂടാതെ സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് പർഗോളയും കൊടുത്തിട്ടുണ്ട്. 5 പർഗോള കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് നല്ല ലൈറ്റിംഗ് കിട്ടുന്നതാണ്. മുകളിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെയാണ് ആ പ്രൊഫൈൽ ചാനൽ കഴിഞ്ഞിട്ട് നേരെ വരുന്നത് അപ്പർ ലോഞ്ചിലേക്കാണ്. അപ്പർ ലോഞ്ച് നോക്കുകയാണെങ്കിൽ നല്ല സ്പേസുള്ള അപ്പർ ലോഞ്ചാണ്. ഇവിടെയും TV യൂണിറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയും 2 ബെഡ്റൂമിൽ ഒരു ബാൽക്കണിയുണ്ട്.
അപ്പോൾ നമുക്ക് നേരെ ഈ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ വലിയ ബെഡ്റൂമാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്, എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ 16 അടി നീളവും 12 അടി വീതിയും വരുന്ന റൂമാണ്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ടും വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷ്റൂം നോക്കുമ്പോഴും വലിയൊരു വാഷ്റൂം തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതും ജാഗ്വാറും സെറയും തന്നെയാണ്. ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും സെയിം ടൈൽസ് തന്നെ, ബ്രാൻഡഡ് ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഈ പറയുന്ന GM എന്ന ബ്രാൻഡിലാണ്. ഒരു ബ്ലാക്ക് തീമിലുള്ള സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫോയർ ലൈറ്റാണ് വാഷ്റൂം വരുന്നത്. ഡ്രസ്സിംഗ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ യൂസ് ചെയ്തിരിക്കുന്ന ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ്. അതിലൊന്നും യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ഇനി ഇവിടെ ആയിട്ട് ഈ റൂമിൽ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണി കാഴ്ച കണ്ടിട്ട് അടുത്ത 2 ബാൽക്കണി ഉണ്ട്. ഇതൊരു കോമൺ ബാൽക്കണിയല്ല, ഇതൊരു ഈ റൂമിൽ നിന്നുള്ള ബാൽക്കണിയാണ്. അത് നോക്കുവാണെങ്കിലും നല്ല സ്പേസുള്ള ബാൽക്കണി തന്നെയാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു GI-ട്യൂബിൽ പർഗോളൊക്കെ ചെയ്ത് ഹാങ്ങിങ്സ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കാൻ പറ്റുന്നതാണ്. ഒരു കോഫി ടേബിളൊക്കെ ഇട്ട് ഒരു കോഫി ഏരിയ ഒക്കെ ആക്കി മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരെ കോമൺ ബാൽക്കണിയിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ കോമൺ ബാൽക്കണി. ഈ ഒരു ബാൽക്കണി നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള ബാൽക്കണി തന്നെയാണ്. ഇത്രയും സ്പേസ് ഉണ്ട്. ഇവിടെ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഗ്ലാസും കൊടുത്തിട്ടുണ്ട് പാർട്ടീഷനായിട്ട്. മുകളിൽ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പർഗോൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ വരുന്നുണ്ട്. അതുകൂടാതെ റൂഫ് ടോപ്പ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നോക്കുവാണെങ്കിൽ 5 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും അങ്ങനെ 4 ബെഡ്റൂം വരുന്ന ഈ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 88 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്.